പോലീസിൽ പരാതി. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. സഹിൻ ആന്റണി നൽകും വിവരങ്ങൾ. സഹിൻ, രാഹുൽ അല്പം മുമ്പ് വരെ പറഞ്ഞത് തനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന്. എവിടെ പരാതി എന്തായിരുന്നു രാഹുലിന്റെ ചോദ്യം? ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അല്പനേരം മുൻപാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി സെൻട്രൽ പോലീസിന് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം വേണമെന്നാണ് ഷിൻഡോയുടെ ആവശ്യം. മാത്രമല്ല, ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചതിന് രാഹുലിനെ പ്രതിയേർക്കണമെന്നും ഷിൻഡോ ആവശ്യപ്പെടുന്നു. മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രകാരമാണെങ്കിൽ രാഹുൽ വലിയ കുറ്റക്കാരനാണെന്ന് ഷിൻഡോയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസിൽ അല്പനേരം മുൻപ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു. പോലീസ് പരാതി സ്വീകരിച്ച് അതിന് റെസിപ്റ്റ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്ക് പോലീസിന് ഇനി കടക്കേണ്ടതായി വരും. പരാതിക്കാരൻ്റെ മൊഴി പോലീസിനെ രേഖപ്പെടുത്തേണ്ടതായി വരും. മാത്രമല്ല, ആർക്കെതിരെയാണോ പരാതി, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ കുറ്റമാണ് ഷിൻഡോ ആരോപിച്ചിരിക്കുന്നത്. ഗർഭചിത്രം നടത്താൻ രാഹുൽ ഒരു യുവതിയെ പ്രേരിപ്പിച്ചുവെന്നാണ് ഷിൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ അന്വേഷണം ആരംഭിക്കേണ്ടതായി വരും. എറണാകുളം സെൻട്രൽ പോലീസിൽ അല്പനേരം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഈ പരാതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് റസീദ് ഈ അഭിഭാഷകന് തിരികെ നൽകുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്ന സാഹചര്യത്തിലായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്കെതിരെ ഒരു പരാതിയും പാർട്ടിയിലോ പോലീസിലോ ലഭിച്ചിട്ടില്ല എന്ന് രാഹുൽ പറയുമ്പോൾ ഇപ്പോഴിതാ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടിയും രാഹുലിനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. ഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഗർഭചിത്രം നടത്താൻ ശ്രമിച്ച കേസിൽ നടത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണത്തിൽ രാഹുലിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുടെ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായി വരും. ആ പെൺകുട്ടിയെ പോലീസിന് കണ്ടെത്തേണ്ടതായി വരും. ആ പെൺകുട്ടിയിൽ നിന്ന് പോലീസിന് മൊഴിയെടുക്കേണ്ടതായി വരും. ഈ പരാതിക്കാരനായിട്ടുള്ള ഷിൻഡോയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതായി വരും. മാത്രമല്ല, ഏതെല്ലാം മാധ്യമങ്ങളിലാണോ ഈ വാർത്തകൾ വന്നിട്ടുള്ളത്, ആ മാധ്യമങ്ങളിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ വാർത്തകൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ശബ്ദരേഖകൾ രാഹുൽ നിഷേധിക്കുന്നത് ഒഴിച്ചാൽ ഇതിൽ ഈ ഇരയായിട്ടുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് പോലീസിനോട് മറുപടി പറയേണ്ടതായി വരും. അങ്ങനെ വന്നാൽ രാഹുലിനെതിരെ പോലീസിന് കേസെടുക്കേണ്ടിയും വരും. സഹിൻ, ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടൂരിലെ വീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ആരും എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല. പരാതി വന്നാൽ അതിന് മറുപടി നൽകും. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് ഏതെങ്കിലും ഒരു പരാതി ഒരു വ്യക്തി എനിക്കെതിരെ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു പരാതി വന്നാൽ മറുപടി നൽകും അപ്പോൾ തന്നെയെന്ന്. എന്താണ് ഇനി രാഹുൽ മറുപടി നൽകാൻ രാഹുലിന് ഉണ്ടാവുക? തീർച്ചയായിട്ടും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗർഭചിത്രം നടത്തുക എന്ന് പറയുന്നത് തെറ്റു തന്നെയാണ്. അത്തരത്തിൽ ഗർഭചിത്രം നടത്താൻ രാഹുൽ പ്രേരിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ശബ്ദരേഖകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പരാതി രാഹുലിനെതിരെ വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ തേർഡ് പാർട്ടി എന്നില്ല. രാജ്യത്ത് നിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം നടന്നു എന്നുള്ളത് ഒരു അഭിഭാഷകൻ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് സ്വാഭാവികമായും അതിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് പോകേണ്ടതായി വരും. ഇപ്പോൾ BNS ആയിരിക്കില്ല, ഒരുപക്ഷെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC ആയിരിക്കും. IPCയിൽ ഈ വകുപ്പ് നിലനിൽക്കുകയാണ്. BNSലും ഈ വകുപ്പ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ അന്വേഷണം സ്വാഭാവികമായും പോലീസിന് നടത്തേണ്ടതായും വരും. ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ആദ്യം ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാത്തിലും FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നമ്മൾ സമാനമായ പല സംഭവങ്ങളും കണ്ടിട്ടുള്ളതാണ്. പോലീസിൽ ഒരു വിവരം ലഭിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി പോലീസിന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണം, ഗുരുതരമായ പരാതി എറണാകുളം സെൻട്രൽ പോലീസിൽ ലഭിച്ചിരിക്കുന്നു. അവർ പരാതി സ്വീകരിച്ചതിന് ശേഷം രാഹുലിന് പരാതിക്കാരന് റസീദും നൽകിയിരിക്കുകയാണ്. അതായത് പരാതി ഫയലിൽ കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പോലീസിന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ശബ്ദരേഖയുടെ ഉറവിടം പോലീസിന് കണ്ടെത്തേണ്ടതായി വരും. ഏതെങ്കിലും തരത്തിൽ രാഹുൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ പറയുന്നത് ശബ്ദരേഖ തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു. അങ്ങനെ കെട്ടിച്ചമച്ചതാണെങ്കിൽ അതിൻ്റെ ഉറവിടം പോലീസിന് കണ്ടെത്തേണ്ടത് വരും. അല്ലെങ്കിൽ ഈ ശബ്ദരേഖയ്ക്ക് ഒരു ഉടമയുണ്ടെങ്കിൽ ഈ ശബ്ദം ആരുടേതാണ്, ഒരു യുവതിയുടേതാണെങ്കിൽ ആ യുവതിയെ കണ്ടെത്തേണ്ടതായി വരും. അവരിൽ നിന്ന് മൊഴി പോലീസിന് ശേഖരിക്കേണ്ടതായി വരും. മാത്രമല്ല, ഈ പരാതിക്കാരൻ്റെ മൊഴി എടുക്കേണ്ടതായി വരും. ഈ പരാതിക്കാരൻ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. എന്തായാലും വലിയ ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ വേണ്ടിവരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സാധാരണ ലഭിക്കുന്ന പരാതി പോലെയല്ല. ഗർഭചിത്രം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും BNSലും ഭാരത ന്യായ സംഹിതയിലും എല്ലാം തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു
എന്നറിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗരന് അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്മുടെ നിയമങ്ങളെല്ലാം മാനിച്ചു പോകേണ്ട ഒരാൾ, കേരളത്തിലെ തന്നെ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ, യുവജന സംഘടനയുടെ നേതാവായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ മാനിക്കേണ്ട ഒരാളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് വന്നു എന്നുള്ള രീതിയിലാണ് ഈ പരാതി അഭിഭാഷകൻ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം പാർട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നതെങ്കിലും പോലീസിന് അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. കൃത്യമായി തന്നെ പോലീസിന് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി, ആ പരാതിയിൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ശബ്ദരേഖ അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയിരിക്കുന്നത്. ഇനി പരാതി ഇതുവരെ തനിക്കെതിരെ ഒരു പരാതിയും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി വന്നാൽ അപ്പോൾ മറുപടി നൽകാമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഇനി രാഹുൽ എന്താണ് പറയുന്നതെന്നാണ് കാത്തിരിക്കുന്നത്.